അതില്ലേ എനിക്ക് ഈ കല്യാണത്തിന് പോണേക്കാൾ ഇഷ്ടം മൈലാഞ്ചി കല്യാണത്തിന് പോകാനാണ്. ഇപ്പോഴല്ല, പണ്ട്. അതിപ്പോൾ മൈലാഞ്ചി കാണാനൊന്നുമല്ല, അന്നത്തെ ഫുഡ് ബീഫും നെയ്ച്ചോറും പിന്നെ അതിൻ്റെ സൈഡിൽ ഈ ഒരു പുളിങ്കറി ഉണ്ടാവും ഈന്തപ്പഴം കൊണ്ട്. എന്ത് രസം അതൊക്കെ കഴിക്കാൻ. ഇപ്പം അതിന് പകരം അച്ചാർ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതിപ്പോൾ ഓർക്കാൻ എന്താ കാരണം എന്നല്ലേ, കാരണം നമ്മൾ ഈ നോമ്പുകാലം കഴിഞ്ഞാൽ ഈന്തപ്പഴത്തിന് എൻ്റെ വീട്ടിൽ വലിയ സ്ഥാനം കഴിക്കുകയില്ല, നോക്കിയില്ല, അത് അങ്ങോട്ട് മൂലക്കിരിക്കും. അപ്പോൾ അതിനെ ഇതേപോലെ ആക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാവരും കഴിക്കും. പിന്നെ ഇതൊക്കെ ഉണ്ടാക്കാൻ ഒരു അച്ചാർ ഉണ്ടാക്കുന്ന എഫേർട്ട് മാത്രമേ ഉള്ളൂ. ആദ്യം നമ്മുടെ നെയ്യിൽ നമ്മുടെ സവാള ഉണ്ടല്ലോ അത് നന്നായിട്ട് മൊരിച്ചങ്ങോട്ട് എടുക്കുക. അതേപോലെ തന്നെ നമ്മുടെ കിസ്മിസും കാഷ്യൂനട്ടും നെയ്യ് തന്നെ റോസ്റ്റ് ചെയ്തെടുത്തിട്ട് മാറ്റി വെക്കുക. ഇത് അവസാനം ഉണ്ടോ യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് അതിനെ കുറച്ച് നേരത്തേക്ക് സൈഡിലോട്ട് മാറ്റി വെച്ചോ. പിന്നെ ഈ നെയ്യ് തന്നെ കടുക് പൊട്ടിക്കുക, വറ്റൽമുളക് ഇടുക, വേപ്പിലിടുക, പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും ഈ കുനുകുനാന്നരിഞ്ഞത് ഇടുക. ഇനി ഇതിൻ്റെ പച്ചമണൊക്കെ മാറി കഴിയുമ്പോൾ നമുക്ക് ഈന്തപ്പഴം അതിലോട്ട് ഒഴിച്ചിടാം. പക്ഷേ ഒഴിക്കുമ്പോഴും ഒന്ന് സ്റ്റവ് ഓഫ് ചെയ്യുക, അല്ലെങ്കിൽ മൊത്തം പുകയായിരിക്കും. പിന്നെ വെള്ളത്തിൻ്റെ കുറവുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിക്കുക കേട്ടോ. പിന്നെ ഒരു വലിയ ശർക്കര ഇട്ടിട്ടുണ്ട്, നല്ല മധുരത്തിനാണ് കേട്ടോ. പിന്നെ ഇതിൽ ആവശ്യമുള്ള പൊടി എന്ന് പറഞ്ഞാൽ മഞ്ഞപ്പൊടി ഉണ്ട്, കാശ്മീരി ചില്ലി ഉണ്ട്, പിന്നെ നമ്മുടെ ചുക്കുണ്ട്, കുരുമുളക് ഉണ്ട്, പിന്നെ ഒരു നുള്ള ഉപ്പും കൂടി ഇടുന്നുണ്ട്. പിന്നെ ചുക്കിൻ്റെ പൗഡർ ഓപ്ഷനിലാണ് കേട്ടോ, പക്ഷേ അത് ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണ്. പിന്നെ ഇതെല്ലാം തിളച്ച് വരുമ്പോൾ നമ്മളുടെ ശർക്കര ഒന്ന് മെൽറ്റ് ആയിട്ടുണ്ടാവും. ആ സമയത്ത് നമുക്ക് പുളിയുടെ വെള്ളം ഒഴിക്കാം. പിന്നെ നമ്മൾ മാറ്റി വെച്ചിരുന്ന ഒനിയൻ ഫ്രൈ ഒക്കെ അത് ഇട്ടിട്ട് ഒന്ന് വറ്റിച്ചെടുത്താൽ നമ്മൾ പുളിങ്കറി സെറ്റാണ്. ഇനിയിപ്പോൾ നൊസ്റ്റാൾജിയുടെ പിന്നാലെ പോകണ്ട, നമുക്ക് വീട്ടിലൊക്കെ നെയ്ച്ചോറിലൊക്കെ ആസ്വദിച്ചുകൊണ്ട് കഴിക്കാം.